നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയത്. കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി, നടൻ ദിലീപ് അടക്കമുള്ളവർ കോടതിയിൽ ഹാജരായി. ഒന്നാം ഘട്ട വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിചാരണ മാത്രമാണ് പൂർത്തിയായത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരമാണ് ഇനി നടക്കേണ്ടത്. 2 മാസത്തിനുള്ളിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. കേസിലെ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ച ദിവസം 1ാം പ്രതി പൾസർ സുനി, 8ാം പ്രതി ദിലീപ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. പ്രതികളെ കോടതി നേരിട്ട് വിസ്തരിക്കുന്ന നടപടികളാണ് ആരംഭിച്ചത്. അടച്ചിട്ട കോടതി മുറിയിലാണ് നടപടിക്രമങ്ങൾ. പ്രതികളുടെ വിസ്താരം പൂർത്തിയായാൽ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കലിലേക്കും തുടർന്ന് വിധിയിലേക്കും പോകും. 2 മാസത്തിനുള്ളിൽ തന്നെ കേസിൽ അന്തിമ വിധി വരാനും സാധ്യതയുണ്ട്. 1ാം ഘട്ട വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിചാരണ മാത്രമാണ് പൂർത്തിയായത്. പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരമാണ് ഇനി നടക്കേണ്ടത്. ഇതുകൂടി കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അന്തിമ വാദം കേൾക്കാൻ ഇരിക്കെയാണ് പൾസർ സുനി ജയിൽ മോചിതനായത്. 2017 നടന്ന കേസിൽ 7.5 വർഷത്തിനു ശേഷം ഈ മാസം 20-നാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതോടെ പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയത്. നേരത്തെ കേസിന്റെ വിചാരണ നടപടികൾ നടന്ന സമയങ്ങളിൽ പോലീസ് അകമ്പടിയോടെയാണ് പൾസർ സുനി കോടതിയിൽ എത്തിയിരുന്നതെങ്കിൽ 2ാം ഘട്ട വിചാരണയിൽ സ്വതന്ത്രനായി എത്തി എന്നതാണ് വ്യത്യാസം. നേരത്തെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് ദിലീപും പൾസർ സുനിയും ഒന്നിച്ച് കോടതി മുറിയിൽ എത്തിയിരുന്നു. അതിനിടെ തന്നെ ആക്രമിച്ച ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ ദിലീപിന്റെ താൽപര്യമെന്ത് എന്ന് ചോദിച്ച് ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നതിൽ സംസ്ഥാന സർക്കാരിനില്ലാത്ത എതിർപ്പ് 8ാം പ്രതിക്ക് എന്തിനാണെന്നും കോടതി ആരാഞ്ഞു. അതിജീവിതയുടെ ഹർജിയിൽ 8ാം പ്രതിയായ ദിലീപിനെ എതിർകക്ഷിയായല്ല കക്ഷി ചേർത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രധാന കേസിലെ വിചാരണയും മെമ്മറി കാർഡിലെ അന്വേഷണവും സമാന്തരമായി മുന്നോട്ടു പോകണമെന്നും ഹൈക്കോടതി പറഞ്ഞു. അതിജീവിതയുടെ ഹർജിയിൽ വാദം പൂർത്തിയാക്കി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.